മലയാള സിനിമയിലെ പ്രമുഖ തിരക്കഥാകൃത്തും കഥാകാരനുമായ ടി വാസുദേവൻ നായരുടെ ആരോഗ്യ സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി വന്ന മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോഴും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായി തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വാർത്താക്കുറിപ്പിൽ അതായത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് അവർ വിവരം നൽകുമെന്നാണ് വാർത്താക്കുറിപ്പിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഏറ്റവും ഒടുവിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഏകദേശം 12 മണിയോടെയാണ് ഏറ്റവും ഒടുവിലായി വാർത്താക്കുറിപ്പ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ ഈ ശ്വാസകോശ സംബന്ധമായ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ചെറിയ രീതിയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിൽ ഗുരുതരമായ രീതിയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇന്നലെയോടെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായ രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിലാണ് അദ്ദേഹം തുടരുന്നത്. സംവിധായകൻ ഹരിഹരൻ, നടൻ മനോജ് കെ ജയൻ ഉൾപ്പെടെയുള്ളവർ, എം എൻ കാരശ്ശേരി മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. എം എൻ കാരശ്ശേരി മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരം തന്നെയാണ്. എങ്കിലും അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് എം എൻ കാരശ്ശേരി മാസ്റ്റർ. അതായത് ഒന്നും പറയാൻ സാധിക്കാത്തൊരു സ്ഥിതിയിലൂടെ തന്നെയാണ് ഇപ്പോഴും നിലവിൽ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ സംവിധായകൻ ഹരിഹരൻ ഉൾപ്പെടെയുള്ളവർ ഈ ടി വാസുദേവൻ നായരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നില ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു തന്നെ ഒരു തരത്തിലും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഉപയോഗത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തരുത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെന്റിലേറ്ററിലല്ല, മറിച്ച് തീവ്രപരിചരണ വിഭാഗത്തിലാണ്. വെറും ഒരു ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. ഒപ്പം തന്നെ മരുന്നുകളോട് പ്രതികരിച്ച് തുടങ്ങി എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം കേരളം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ടി വാസുദേവൻ നായരുടെ ഒരു തിരിച്ചുവരവിനായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നില ഇപ്പോൾ കൂടുതൽ പുരോഗമനത്തിലേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഏതായാലും കൂടുതൽ ഇന്ന് വൈകുന്നേരത്തോട് 4 മണിയോടുകൂടി വീണ്ടും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കും. അതിൽ ശുഭകരമായ വാർത്ത ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള ചരിത്ര രംഗത്ത് വളരെ നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ആളാണ് ടി വാസുദേവൻ നായർ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളും ഉൾപ്പെടെയുള്ളവ വളരെ പ്രശസ്തമായത്, വളരെ ഒരു ആരാധക വൃന്ദം തന്നെയുള്ളൊരു ആളാണ് ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവിനായി കേരളം വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും 4 മണിക്ക് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ ശുഭകരമായ വാർത്ത ഉണ്ടാകുമെന്നാണ് അറിയുന്നത്.